സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണവേദിയിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധം 12-ാമത്തെ അധ്യായം ത്രിശങ്കുവിൻ്റെ കഥ അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. വസിഷ്ഠശാപം നേരിട്ട ത്രിശങ്കു തൽക്കാലം ശാപമോചനത്തിനായി ആത്മഹത്യ ചെയ്യാം എന്ന് ആദ്യം ചിന്തിച്ചുവെങ്കിലും അത് കർമ്മഫലങ്ങളെ വീണ്ടും അനുഭവിക്കാനായി മറ്റൊരു ജന്മത്തിലേക്കാണ് കൊണ്ടുപോവുക എന്ന് മനസ്സിലാക്കി ആത്മഹത്യ ചെയ്യണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തി. അപ്പോൾ എന്താണ് ഇതിൽ നിന്നും മുക്തി നേടാനുള്ള മാർഗം എന്ന് ചിന്തിച്ച അദ്ദേഹം പല ഋഷികളുടെയും മഹാത്മാക്കളുടെയും പുണ്യ ആശ്രമങ്ങളുടെ സമീപത്തിലൊക്കെ വസിച്ചും പുണ്യതീർത്ഥങ്ങളിലൊക്കെ സ്നാനം ചെയ്തും അതേമാതിരി ഇടപെടാതെ കണ്ട ജഗദംബികയെ സ്മരിച്ചും ഭജിച്ചും സജ്ജനങ്ങളെ സേവിച്ചും വനത്തിൽ വസിച്ചും കർമ്മക്ഷയം വരുത്താം എന്ന് കണ്ടുകൊണ്ട് ആ ഉപാധിയെയാണ് സ്വീകരിച്ചത്. ഭാഗ്യമുണ്ടെങ്കിൽ സജ്ജന സ്വർഗത്തിന് അവസരമുണ്ടാകും എന്നെല്ലാം തീരുമാനിച്ച അദ്ദേഹം നാട് വിട്ടു. ഗംഗാതീരത്തെത്തിയ അദ്ദേഹം ഗംഗയിൽ സ്നാനം ചെയ്ത് അവിടെ തന്നെ താമസം തുടങ്ങി. അച്ഛന് ശാപം കിട്ടിയ വിവരം അറിഞ്ഞ ഉടനെ ഹരിശ്ചന്ദ്രൻ ദുഃഖിതനായി മന്ത്രിമാരെ അച്ഛനെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഗംഗാതീരത്തിലേക്ക് അയച്ചു. അവിടെ ചെന്ന മന്ത്രിമാരെ ചാണ്ടാലരൂപനായിട്ട് ദുഃഖത്താൽ ഇരിക്കുന്നതായിട്ടുള്ള രാജാവിനെ കണ്ട അദ്ദേഹത്തിനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഹേ രാജൻ, ഞങ്ങൾ അങ്ങയുടെ പുത്രനും രാജകുമാരനുമായിട്ടുള്ള ഹരിശ്ചന്ദ്രൻ പറഞ്ഞയച്ചിട്ട് വന്നവരാണ്. യുവരാജാവായിട്ടുള്ള അങ്ങയുടെ പുത്രൻ പറയുന്നത് എന്ത് എന്ന് അങ്ങ് കേട്ടാലും എൻ്റെ അച്ഛനായ മഹാരാജാവിനെ നിങ്ങൾ ബഹുമാനപൂർവ്വം കൂട്ടിക്കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം ഞങ്ങളോട് ആജ്ഞാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് ദുഃഖമെല്ലാം കളഞ്ഞ് രാജ്യത്തിലേക്ക് മടങ്ങി വരണം. മന്ത്രിമാരും പ്രജകളുമെല്ലാം അങ്ങയെ സേവിക്കും. ഗുരുവിന് ദയ തോന്നുമാറ് അദ്ദേഹത്തെ നമുക്ക് പ്രസാദിപ്പിക്കാം. ക്രോധത്തിൽ ശപിച്ചു എങ്കിലും മഹാത്മാക്കൾ അവരെ സന്തോഷിപ്പിച്ചാൽ ഉടൻ തന്നെ പ്രസന്നരായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നാണല്ലോ പറയുന്നത്. ആ ഗുരു തന്നെ, ഏതൊരു ഗുരുവാണോ അങ്ങയെ ശപിച്ച ഈ അവസ്ഥയിലാക്കിയത്, ആ ഗുരു തന്നെ അദ്ദേഹത്തെ പ്രസന്നിപ്പിച്ചാൽ, സന്തോഷമായാൽ ഇതിൽ നിന്നും മുക്തിക്കുള്ള ഈ ദുഃഖങ്ങളെ തരണം ചെയ്യാനുള്ള ഉപാധിയും ചെയ്തു തരും. അതുകൊണ്ട് അങ്ങ് തിരിച്ച് ഞങ്ങളുടെ കൂടെ കൊട്ടാരത്തിലേക്ക്, രാജ്യത്തിലേക്ക് വരണം എന്നവർ പറഞ്ഞു. ഇപ്രകാരം അവരൊക്കെ പറഞ്ഞത് കേട്ടിട്ടും ചണ്ഡാല രൂപത്തിൽ സ്വഗൃഹത്തിലേക്ക് പോകാൻ ത്രിശങ്കു തയ്യാറായില്ല. അപ്പോൾ അവരോട് പറഞ്ഞു, ഹേ മന്ത്രിമാരെ, നിങ്ങൾ തിരിച്ചു പൊക്കോളൂ. രാജ്യത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞതായിട്ട് പറയണം. എൻ്റെ പുത്രനോട് ഇപ്പോൾ ഞാൻ രാജ്യത്തിലേക്ക് വരണില്ല. ഒട്ടും മടിക്കാതെ കണ്ട് ഉത്സാഹപൂർവ്വം ഞാൻ ഉപദേശിച്ചതനുസരിച്ച് രാജ്യഭരണം ചെയ്തോളൂ. ബ്രാഹ്മണരെയും മഹാത്മാക്കളെയും എല്ലാം വേണ്ടവിധം സേവനം ചെയ്ത് യജ്ഞയാഗാദികളൊക്കെ വേണ്ടവിധം ചെയ്ത്
ജനങ്ങളെയെല്ലാം സന്തോഷിപ്പിക്കുന്ന തരത്തിൽ രാജ്യഭരണം ചെയ്യൂ. മഹാത്മാക്കളെ നിന്ദിക്കുന്നതായിട്ടുള്ള ചണ്ടാല രൂപത്തിൽ ഞാൻ അയോധ്യയിലേക്ക് വരണില്ല. എൻ്റെ കൽപ്പനയനുസരിച്ച് പുത്രനായിട്ടുള്ള ഹരിശ്ചന്ദ്രനെ സിംഹാസനത്തിൽ വെച്ച് നിങ്ങൾ അവിടെ രാജ്യകാര്യത്തിൽ അവനെ രാജാവാക്കി അഭിഷേകം ചെയ്ത് വേണ്ട വിധത്തിൽ ഉപദേശങ്ങളെല്ലാം കൊടുത്ത് അവനെ രാജ്യഭരണത്തിൽ സഹായിക്കണം എന്നൊക്കെയാണ് ത്രിശങ്കു മന്ത്രിമാരോട് പറഞ്ഞത്, അല്ലെങ്കിൽ ആജ്ഞാപിച്ചത്. പ്രകാരം രാജാവ് പറഞ്ഞത് കേട്ട മന്ത്രിമാർ ദുഃഖാർത്തരായി. പിന്നെ എല്ലാവരും അദ്ദേഹത്തെ നമസ്കരിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങി. അയോധ്യയിലെത്തിയ അവർ ഒരു ശുഭദിനത്തിൽ, ഒരു ശുഭമുഹൂർത്തത്തിൽ ഹരിശ്ചന്ദ്രനെ വിധിപൂർവം രാജാവായിട്ട് അഭിഷിക്തനാക്കി. രാജകൽപ്പനയനുസരിച്ചിട്ട് അവരെല്ലാവരും ധർമ്മിഷ്ഠനും തേജസ്വിയുമായ ഹരിശ്ചന്ദ്രനെ രാജാവായി അഭിഷേകം ചെയ്തു. തൻ്റെ പിതാവായ ത്രിശങ്കുവിനെ ഓർമ്മിച്ചുകൊണ്ട് ഹരിശ്ചന്ദ്രൻ വിധിയാമണ്ണം ധാർമ്മികനായിക്കൊണ്ട് സത്യം നീതിയോട് കൂടിയിട്ട് രാജ്യഭരണം തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ 12-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. ഇനി നാളെ മുതൽ നമുക്ക് ആ ത്രിശങ്കുവിൻ്റെ കഥകളെ തുടരുന്നതായിട്ടുള്ള 13-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങളെല്ലാവരും സശ്രദ്ധം ഈ ദേവി ഭാഗവതം ശ്രവിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഒരു മാധ്യമത്തിലൂടെ ചെയ്യുന്നതായിട്ടുള്ള പ്രഭാഷണമായതുകൊണ്ട് എത്ര പേര് കേൾക്കുന്നുണ്ട്, ശ്രവിക്കുന്നുണ്ട് എന്നുള്ളതൊന്നും അറിയാൻ സാധ്യമല്ല. യൂട്യൂബിലൂടെയും മറ്റും ഇടുന്നതായിട്ടുള്ള, വാട്സപ്പിലൂടെയും മറ്റും ഇടുന്നതായിട്ടുള്ള ഈ പ്രഭാഷണം എത്ര പേര് ശ്രവിക്കുന്നുണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ടും എനിക്കറിയാൻ കഴിയില്ല. എങ്കിലും കുറേ പേര് ശ്രവിക്കുന്നുണ്ടാവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിയും വിധം നിങ്ങളിത് മറ്റുള്ളവരിലേക്കും അയച്ചു കൊടുത്ത് നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും മറ്റും ഈ ദേവീഭാഗവതം കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഇതിനെ ആവുന്ന വിധത്തിൽ പ്രചരിപ്പിക്കുക. അവരോടും ഇത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാനായിക്കൊണ്ട് അവരോടും പറയുക. കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ഈ ഒരു കർമ്മത്തിൻ്റെ യഥാർത്ഥ ഫലം ഉണ്ടാവുന്നത്. അതിനെല്ലാം ജഗദംബ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ശ്രീ മഹാദേവ്യൈ നമഃ.